ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ആദ്യത്തെ സ്റ്റൈൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ പറയും, അതിൻ്റെ വാല്യൂ പറയും, എന്നിട്ട് ആ പറയുന്ന എക്സ് ആംഗിൾ ഏത് ക്വാഡ്രൻറ്റിലാണെന്ന് പറയും. ഇത് ഏത് ക്വാഡ്രൻ്റാണ്? തേർഡ് ക്വാഡ്രൻ്റാണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ എക്സിൻ്റെയും ടാൻ എക്സിൻ്റെയും സീക്ക് എക്സിൻ്റെയും ഒക്കെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടത്, അതിൽ ഏതാണ് തന്നിരിക്കുന്നത്? കോസ് എക്സിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, -3/5 ആണ്. എക്സ് എന്ന് പറയുന്നത് ഏത് ക്വാഡ്രൻറ്റിലാണ്? തേർഡ് ക്വാഡ്രൻ്റാണെന്ന് പറഞ്ഞു. എക്സ് കിടക്കുന്നത് നമുക്ക് തേർഡ് ക്വാഡ്രൻറ്റിലാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ നോക്കിയാൽ തേർഡ് ക്വാഡ്രൻ്റ് പ്രത്യേകത അതൊക്കെ ഓൾറെഡി നമ്മൾ നേരത്തെ കുറച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ക്വാഡ്രൻറ്റിലേക്ക് ഓരോന്നിൻ്റെയും വാല്യൂസ് ശരിക്കും നോക്കുക. അതിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഇവിടെ എല്ലാം പോസിറ്റീവാണ്. ഓൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആർ പോസിറ്റീവ് ഹിയർ. ഇവിടെ നമുക്ക് ആരൊക്കെയാണ് പോസിറ്റീവ്? സൈൻ തീറ്റ ആൻഡ് ഈസ് റെസിപ്രോക്കൽ മാത്രമേ ഇവിടെ പോസിറ്റീവ് ഉള്ളൂ. തേർഡ് ക്വാഡ്രൻറ്റിൽ നമുക്ക് ടാൻ തീറ്റ അതിൻ്റെ റെസിപ്രോക്കൽ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. ഇവിടെ നമുക്കുള്ളത് കോസ് തീറ്റ അതിൻ്റെ റെസിപ്രോക്കൽ മാത്രമേ പോസിറ്റീവായിട്ടുള്ളൂ, അല്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ആംഗിൾ തേർഡ് ക്വാഡ്രൻറ്റിലായതുകൊണ്ട് ഈ പറയുന്ന കോസിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. കണ്ടാൽ നെഗറ്റീവാണ്. അങ്ങനെയാണെങ്കിൽ കോസ് എക്സിൻ്റെ വാല്യൂ ഉണ്ടെങ്കിൽ ഉടനടി നമുക്കിവിടെ സീക്ക് എക്സിൻ്റെ വാല്യൂ കാണാൻ പറഞ്ഞു. അപ്പോൾ സീക്ക് എക്സ് ഒറ്റയടിക്ക് കാണാൻ പറ്റും. കാരണം കോസും സീക്കും തമ്മിൽ ബന്ധം 1/cos x ആണ് ആക്ച്വലി എന്ത് പറയുന്നത്? സീക്ക് എക്സ് പറഞ്ഞത്. അപ്പോൾ നേരെ ഇതിൻ്റെ തല തിരിച്ചിട്ടാൽ -5/3 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സീക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം നോക്കാനുള്ളത് തന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ നോക്കുക, അതിൻ്റെ റെസിപ്രോക്കലിൻ്റെ വാല്യൂ കാണാൻ പറഞ്ഞിട്ടുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ ഉടനടി നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. ഇനി ബാക്കിയുള്ളതിൻ്റെ വാല്യൂ കാണാൻ വേണ്ടി ഞാനൊരു ടെക്നിക്ക് ഉപയോഗിക്കാൻ പോകണേ. ടെക്നിക്ക് ഇതാണ്. ഞാനൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ വരയ്ക്കാൻ പോകണം കേട്ടോ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഞാൻ വരയ്ക്കുന്നു. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഞാൻ എക്സ് എന്നുള്ള ആംഗിളാണ് സപ്പോസ് ചെയ്യാമെന്ന് വിചാരിക്കുക. സപ്പോസ് ദ ആംഗിൾ ഈസ് എക്സ്. ആ തന്നിരിക്കുന്ന ആംഗിളിനെ ഞാൻ എക്സ് ആയിട്ട് സപ്പോസ് ചെയ്യുന്നത് ആംഗിൾ ഈസ് എക്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കോസ് എക്സിൻ്റെ ഡെഫിനിഷൻ ബേസിക് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡിൻ്റെ ലെങ്ത്ത് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ലെങ്ത്ത് ഞാനിവിടെ 3 ആയിട്ടും ഇത് 5 ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ പൊസിഷനാണ്. അതിൻ്റെ ലെങ്ത്ത് കാണാൻ പൈതഗോറസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് √5² - 3² എന്നാണ്. കിട്ടിയല്ലോ. എന്ന് വെച്ചാൽ √5² എത്ര? 25 -9 എന്നാണ്. 25 - 9 16 ആണെന്ന് വെച്ചാൽ എത്ര കിട്ടും? നമുക്ക് 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ ഇനി വളരെ ഈസി ആയിട്ട് നമുക്ക് അടുത്ത വാല്യൂ എടുക്കാൻ പറ്റും. നമുക്ക് ഇനി ആരാ വേണ്ടത്? സൈൻ എക്സിൻ്റെ വാല്യൂ കാണാൻ പറഞ്ഞു. സൈൻ എക്സ്. അപ്പോൾ ട്രിഗണോമെട്രിയിൽ സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് ലെങ്ത്തിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും? ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡ് ചെയ്ത ലെങ്ത്താണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് എത്ര കിട്ടുക? 4/5 എന്നുള്ള വാല്യൂ കിട്ടും. ഇനി നോക്കാനുള്ളത് ഈ എക്സ് എന്ന് പറയുന്നത് തേർഡ് ക്വാഡ്രൻ്റാണ്. അപ്പോൾ തേർഡ് ക്വാഡ്രൻറ്റിൽ മനസ്സിലാക്കുക, തേർഡ് ക്വാഡ്രൻറ്റിൽ ആര് മാത്രമേ പോസിറ്റീവ് ഉള്ളൂ? ടാൻ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്താൽ മതി? ഷോർട്ട് കട്ട് മെത്തേഡാണ്. നേരെ നെഗറ്റീവ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ആൻസർ കിട്ടും. സാധാരണ ഇതിൽ ഈ പ്രോബ്ലം ചെയ്യുന്നതിന് നമുക്ക് ഒരുപാട് ട്രിഗണോമെട്രിക് ഇക്വേഷൻസും അതിൻ്റെ ഐഡൻറ്റിറ്റീസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണ്. അത് കുറച്ചുകൂടി ഷോർട്ട് കട്ട് മെത്തേഡിലേക്ക് നമ്മൾ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, അതേപോലെ നമുക്ക് ടാൻ എക്സ് കണ്ടുപിടിക്കാം. ടാൻ എക്സ് എന്താ? ടാൻ എക്സ് ഡെഫിനിഷന് ഓപ്പോസിറ്റിൻ്റെ ലെങ്ത്ത്, ഓപ്പോസിറ്റ് ലെങ്ത്ത് 4 ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് ലെങ്ത്ത് പറഞ്ഞാൽ 3 ആണ്. ഇനി ഈ ടാൻ എക്സ് തേർഡ് ക്വാഡ്രൻറ്റിൽ പോസിറ്റീവ് ആയതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ഈ ആൻസർ എന്തായിട്ട് എഴുതിയാൽ മതി? പോസിറ്റീവായിട്ട് എഴുതാൻ മതി. അപ്പോൾ പോണ സമയത്ത് ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ടും കൂടെ പോകാം. ഓക്കെ, അടുത്തത് ഇത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു സ്റ്റൈൽ ക്വസ്റ്റ്യൻ. ഒരിക്കലും ഇതിനെ കളയരുത്. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു സൈഡ് എന്ന് വെച്ചാൽ ഏത് റിസൾട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് ഞാൻ പഠിച്ച sin c + sin d റിസൾട്ടാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുക. അതേപോലെ താഴത്ത് കോസ് ഉള്ളതുകൊണ്ട് cos c + cos d റിസൾട്ടുകളാണ്. ഈ 2 റിസൾട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യാം. അപ്പോൾ ആ റിസൾട്ടൊക്കെ സ്റ്റേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്തായാലും sin c + sin d ഓർമ്മയില്ലേ? 2 sin എന്തായിരുന്നു? c + d/2 അല്ലേ? c + d/2 cos c - d/2. ഇതാണ് നമുക്ക് ആ റിസൾട്ട് അവിടെ വരുന്നത്. അപ്പോൾ ആ റിസൾട്ട് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് നേരെ എന്ത് ചെയ്യാം? ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ആ റിസൾട്ട് എഴുതിക്കൊണ്ട് തന്നെ തുടങ്ങിക്കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്താണ് sin c + sin d? sin c + sin d. വാട്ട് ഈസ് sin c + sin d? തൊട്ടുമ്പളും പറഞ്ഞു 2 cos നോട്ട് 2 cos എന്താണ്? 2 sin അല്ലേ? 2 sin c + d/2 2 sin c + d/2 into cos c - d/2. ഇതാണ്
ആ റിസൾട്ട്. അതേപോലെ നമുക്ക് വേണ്ടത് സൈൻ കോസ് സി അല്ലേ, കോസ് സി, കോസ് ആണ് താഴത്തുള്ളത്, കോസ് സി പ്ലസ് കോസ് ഡി പ്ലസ് ആണ്. അപ്പോൾ രണ്ടും കോസ് ആണ്. ഇപ്പോൾ 2 കോസ് സി പ്ലസ് ഡി ബൈ 2, 2 കോസ് സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2. ഈ റിസൾട്ട് പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള, പല ആൾക്കാരും ഇത് ആവശ്യമില്ലാണ്ട് ഇവിടെ പ്ലസ് ഇടാറുണ്ട്. പ്ലസ് ഇവിടെ അങ്ങനെ ഒരു പ്ലസ് ഇല്ല. ഇതിനടക്കുള്ള കണക്റ്റീവ് സൈൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണ്, പ്ലസ് അല്ല. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ തെറ്റിക്കുന്ന ഒരു ഏരിയയാണ്. ആ സാധനം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്ത് വെക്കും, പ്ലസ് ചെയ്ത് വെക്കും. ഓക്കെ, ഇനിയാണ് പ്രോബ്ലത്തിൻ്റെ LHSലേക്ക് പോകാൻ പോകുന്നത്. LHS എപ്പോഴും ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റൻ എടുക്കുന്ന സമയത്ത് LHS എടുത്ത് RHSലേക്ക് പോകുക എന്നുള്ളതാണ് നമ്മുടെ ടെക്നിക്ക്. അപ്പോൾ വലിയ സാധനം LHS ഉള്ളതുകൊണ്ടാണ് വലിയ എസ് എടുത്തത്. അപ്പോൾ നമുക്ക് sin 5x LHS എടുക്കാൻ പോവാണ്. sin 5x പ്ലസ് sin 3x ഇതാണ് LHS കിടക്കുന്നത്, ഡിവൈഡഡ് ബൈ cos 5x അല്ലേ, cos 5x പ്ലസ് cos 3x. ഓക്കെ, ഇനി ആ റിസൾട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ 2 sin അല്ലേ, സി പ്ലസ് ഡി ബൈ 2 എന്ന് പറയുമ്പോൾ നമുക്ക് 5x പ്ലസ് 3x ബൈ 2 റെഡി ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2 എന്ന് പറഞ്ഞ സമയത്ത് 5x മൈനസ് 3x ബൈ 2. ആ റിസൾട്ട് അതുപോലെ അപ്ലൈ ചെയ്യാം. ഓൾ ഡിവൈഡഡ് ബൈ നേരെ താഴത്ത് 2 കോസ്, വീണ്ടും 2 കോസ് 5x പ്ലസ് 3x ഓൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോസ് 5x മൈനസ് 3x ഓൾ ഡിവൈഡഡ് ബൈ 2. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയാണ് ഇവിടെ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കോമൺ ഏതെങ്കിലും കട്ട് ചെയ്ത് പോകുന്ന ടേമിൽ കട്ട് ചെയ്യാം. അപ്പോൾ 2 നമുക്കിവിടെ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യും. ഓക്കെ, ഇനി ബാക്കി എന്താ വരുന്നത് നോക്കാം. വിച്ച് കുറച്ച് ഇപ്പുറത്തേക്ക് ഇതാണ് ഇസ് ഈക്വൽ ടു ഇനി അവിടെ സിംപ്ലിഫൈ ചെയ്യാം. 2 sin ഓക്കെ, 5x പ്ലസ് 3x 8xന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ ഡിവൈഡ് ചെയ്ത് എന്താ കിട്ടുക, 4x. അപ്പോൾ sin 4x ഇവിടെ വരും ഇൻറ്റു അതിൻ്റെ അടുത്ത് വീണ്ടും കോസ് 5x നിന്ന് 3x പോയാൽ 2x ബൈ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, x ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വരിക cos x എന്നാണ്. cos x ഡിവൈഡഡ് ബൈ വീണ്ടും താഴത്ത് നോക്കുക, വീണ്ടും കോസ് എത്ര കിട്ടും നമുക്ക്, 5x പ്ലസ് 3x ബൈ 2 എന്തായിട്ട് മാറി, 4x ആയിട്ട് മാറി, ഇൻറ്റു കോസ് 5x മൈനസ് 3x ബൈ 2 എന്തായിട്ട് മാറി, cos x ആയിട്ട് മാറി. ഇവിടെ വീണ്ടും നമ്മൾ ഈ cos x ക്യാൻസൽ ചെയ്ത് പോകും. ഇനി ബാക്കി എന്താ ഉണ്ടാവുക നോക്ക്, which is equal to sin 4x by cos 4x. sin 4x by cos 4x ആക്ച്വലി എന്താ കിട്ടുക, which is equal to tan 4x അല്ലേ, tan 4x which is equal to ഇതാണ് നമ്മൾ എന്ത് വരുന്നത്, RHS വരുന്നത്. അപ്പോൾ ഇത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ടൈപ്പ് ഉള്ള ക്വസ്റ്റ്യനിലുള്ള ഒരു സാധനമാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത പാർട്ട്. ഓക്കെ, നന്നായിട്ട് ചെയ്യേണ്ട പരിപാടി ഇത് കണ്ടിരുന്നാൽ മാത്രം പോരാ, പെന്നും പേപ്പർ എടുത്തിട്ട് നേരെ പ്രാവശ്യം ചെയ്തു നോക്കുക. ഇതിനാകെ വേണ്ടത് ഈ 2 ഇക്വേഷൻസ് നമ്മളൊന്ന് പഠിച്ച് റെഡി ആയിട്ട് വെക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. പ്രൂവ് ദാറ്റ്, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പ്രൂവ് ദാറ്റ് cos x പ്ലസ് y പ്ലസ് cos x മൈനസ് y ഈക്വൽ ടു 2 cos x ഇൻറ്റു cos y. ഇതേ തൊട്ട് മുമ്പ് റിസൾട്ടായിട്ട് പഠിക്കാൻ പറ്റുന്ന പറഞ്ഞൊരു സാധനമാണ് cos a പ്ലസ് ബി പ്ലസ് cos a മൈനസ് ബി. തൊട്ട് മുമ്പ് നമ്മൾ ആ റിസൾട്ട് നമ്മൾ ഉപയോഗിക്കും. അത് വെച്ച് ചെയ്യേണ്ട ഒരു ടൈപ്പ് പ്രോബ്ലമാണ് നേരത്തെ ചെയ്തത്. എക്സ് പ്ലസ് വൈക്ക് സിയും എക്സ് മൈനസ് വൈക്ക് ഡി ഒക്കെ ഉപയോഗിച്ചുള്ളത് നേരത്തെ തൊട്ട് മുമ്പ് cos a പ്ലസ് cos t എന്നുള്ള ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്ത് വെച്ചത്. അപ്പോൾ ഇത് വളരെ ഈസിയാണ് ക്വസ്റ്റ്യൻ ചെയ്യാൻ, ഒരു പണിയില്ല. അപ്പോൾ അത് ചെയ്യേണ്ടത് ആദ്യം ആകെ അറിയാനുള്ളത് cos x പ്ലസ് വൈൻ്റെ എക്സ്പാൻഷനാണ്. അപ്പോൾ അതൊന്നും കാണാണ്ട് പോകരുത്. എന്താ cos x പ്ലസ് വൈ, cos x cos y മൈനസ് sin x sin y. റെഡി? ഓക്കെ, അതേപോലെ cos x മൈനസ് വൈ ഒക്കെ രസകരമായ ഫോർമുലയാണ്, തെറ്റിക്കരുത്. കോസിൻ്റെ ഫോർമുലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. cos x cos y, ഇപ്പോൾ മൈനസ് ആണ് സമയത്ത് ഇവിടെ എന്ത് വരും, പ്ലസ് വരും. sin x sin y അല്ലേ, നമുക്ക് രണ്ടുകൂടി കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ കൂട്ടുന്ന സമയത്ത് cos x പ്ലസ് വൈ ഓക്കെ പ്ലസ് cos x മൈനസ് വൈ ഈക്വൽ ടു, ഇപ്പം നിങ്ങൾ അത് നോക്ക്, നമുക്ക് വേണ്ടത് ഈ രണ്ട് ഐറ്റംസ് എന്താണ് കൂട്ടണം. അപ്പോൾ cos x cos y മൈനസ് sin x sin y പ്ലസ് അല്ലേ എന്ന് കിട്ടിപ്പിടിച്ച് കൂട്ടുക നമുക്ക് വേണ്ടത്. അപ്പോൾ വേണമെങ്കിൽ നമുക്കത് എഴുതി വെക്കാം. അപ്പോൾ എഴുതി വെക്കേണ്ട സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്താ സംഭവിക്കാം. cos x cos y പ്ലസ് cos x cos y പ്ലസ് cos x cos y എന്തായി മാറി, എത്ര പ്രാവശ്യം, 2 പ്രാവശ്യമായിട്ട് മാറി. അപ്പോൾ നമുക്ക് കിട്ടുക 2 cos x ഇൻറ്റു cos y നമുക്ക് കിട്ടും. റെഡിയാണല്ലോ? ഇനി അടുത്ത എന്താ സംഭവിക്കുക, മൈനസ് sin x sin y പ്ലസ് sin x sin y ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, 0 കിട്ടും. അപ്പോൾ അതോടുകൂടി നമുക്ക് എന്തായിട്ട് മാറി, നമുക്കവിടെ ആൻസർ കംപ്ലീറ്റ് ആയിട്ട് മാറി. ഈസി ആണല്ലോ? ഓക്കെ,
റെഡിയല്ലേ? റെഡി. അടുത്ത നോക്ക് നിങ്ങൾ. അതേ സ്റ്റൈലിൽ ഇപ്പം തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത, അപ്പോൾ ഇതൊരു കണക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കോസ് എക്സ് പ്ലസ് വൈ ഇൻറ്റു കോസ് എക്സ് മൈനസ് വൈ ടു കോസ് എക്സ് ഇൻറ്റു കോസ് വൈൻ്റെ അതേ റിസൾട്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. അപ്പം ഞാൻ ആ ചെയ്യാൻ പോണ പരിപാടി ആ സാധനം ഒരു റിസൾട്ടായിട്ട് എടുക്കാൻ പോവാണ്. കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് എക്സ് മൈനസ് വൈ. ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഈസിക്കൽ ടു 2 കോസ് എക്സ് ഇൻറ്റു നമുക്ക് എന്ത് കിട്ടും? കോസ് വൈ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ചോദ്യം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കോസ് പൈ ബൈ 4 പ്ലസ് എക്സ്, ഓക്കെ, പ്ലസ് കോസ് പൈ ബൈ 4 മൈനസ് എക്സ്. ഓക്കെ, നേരെ ഇതിലേക്ക് കൊടുത്ത് നോക്ക്. 2 കോസ് എക്സിന് പകരം എന്താ ഉള്ളത്? പൈ ബൈ 4 അല്ലേ? ശരിക്കും നോക്കണ്ട, എക്സിന് പകരമുള്ളത് പൈ ബൈ 4, വൈക്ക് പകരമുള്ളത് എന്താണ്? എക്സ് ആണ്. ഓക്കെ, അപ്പോൾ കോസ് പൈ ബൈ 4 ഇൻറ്റു നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കോസ് എക്സ് കിട്ടും. വിജിക്കൽ 2 ഇൻറ്റു കോസ് പൈ ബൈ 4ൻ്റെ വാല്യൂ കോസ് 45 1/√2 എന്നാണ്. ഇൻറ്റു എന്ത് കിട്ടും? നമുക്ക് കോസ് എക്സ് കിട്ടും. വിജിക്കൽ ടു ഇനി ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2ഉം √2 കട്ട് ചെയ്ത് ബാക്കി എന്താ ഉണ്ടാവുക? നമുക്ക് √2 ഉണ്ടാവും. അപ്പോൾ ആൻസർ കിട്ടുക √2 കോസ് എക്സ് എന്ന് വരും. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. റെഡി? പേപ്പറും പെന്നെടുക്കുക, ഒറ്റയ്ക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി അതേപോലെ വാല്യൂസ് വെച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. വാല്യൂസ് വെച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. അപ്പോൾ അത് അദ്ദേഹത്തെ പറഞ്ഞു എങ്ങനെയാണ് വാല്യൂസ് പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ സൈൻ പൈ ബൈ 6, സൈൻ പൈ ബൈ 6 എന്ന് സൈൻ 30 ആണ്. സൈൻ 30ൻ്റെ വാല്യൂ എത്ര കിട്ടുന്നത്? 1/2. ശരിയാണല്ലോ? അപ്പോൾ സൈൻ പൈ ബൈ 6. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് സൈൻ സ്ക്വയർ പൈ ബൈ 6 കാണണമെങ്കിൽ സൈൻ പൈ ബൈ 6 കിട്ടും. ഇനി കോസ് സ്ക്വയർ പൈ ബൈ 3 ആണ്. അപ്പോൾ ആദ്യം നമുക്ക് കോസ് പൈ ബൈ 3ൻ്റെ വാല്യൂ കിട്ടണം. കോസ് പൈ ബൈ 3. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, പൈ ബൈ 3 എന്ന് പറഞ്ഞത് 60 ഡിഗ്രി അല്ലേ? കോസ് 60 ഡിഗ്രി സൈൻ്റെ ഏത് വാല്യൂ ഈക്വലാണ്? 30 ഡിഗ്രീൻ്റെ വാല്യൂ ഈക്വലാണ്. അപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടുക? സേ 1/2 തന്നെ നമുക്ക് കിട്ടും. കോസ് 60 സൈൻ 30 ഡിഗ്രിക്ക് ഈക്വലാണ്. ഇത് നമുക്ക് ഒന്നുകൊണ്ട് വേണ്ടത് ടാൻ പൈ ബൈ, ടാൻ 45 ഡിഗ്രി, പൈ ബൈ 4 45 ഡിഗ്രിയാണ്. അപ്പോൾ ടാൻ പൈ ബൈ 4ൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഈ വാല്യൂസൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ LHS എടുക്കുക. LHSൽ എന്താ ഉള്ളത്? നമുക്ക് വേണ്ടത് സൈൻ സ്ക്വയർ പൈ ബൈ 6, സൈൻ സ്ക്വയർ പൈ ബൈ 6 പ്ലസ് അടുത്തത് കോസ് സ്ക്വയർ പൈ ബൈ 3 മൈനസ് ടാൻ സ്ക്വയർ പൈ ബൈ 4. ഇതാണ് വേണ്ടത്. വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ പൈ ബൈ 6 പറഞ്ഞാൽ സൈൻ പൈ ബൈ 6ൻ്റെ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ 1/2ൻ്റെ ഹോൾ സ്ക്വയർ പ്ലസ് വീണ്ടും കോസ് സ്ക്വയർ പൈ ബൈ 3 എന്ന് പറഞ്ഞാൽ വീണ്ടും അതിൻ്റെ ഹോൾ സ്ക്വയർ എടുക്കാം, മൈനസ് 1 എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു 1/4 പ്ലസ് 1/4 എന്ത് കിട്ടും? -1. ഇനി ഇവിടെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യനുകൾ കാണാൻ തെറ്റിക്കുക. 1/4 പ്ലസ് 1/4 എന്ന് പറഞ്ഞാൽ എത്ര? 2/4 -1 ആണ്. എന്ന് പറയാം വിച്ച് ഇസ് ഈക്വൽ ടു 1/2 -1 ആണ്. ആരേന്ന് ഒന്ന് പോയാൽ എന്താ കിട്ടുക? മൈനസ് അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ആൻസർ കൃത്യമായിട്ട് അവിടെ കിട്ടും. ഓക്കെ, പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യാം.